ഹിന്ദു മതമാണ് തനിക്ക് സമാധാനം നൽകുന്നത്. അതിലൂടെ എനിക്ക് എന്റെ ആത്മാവിനോട് സംസാരിക്കാൻ കഴിയുന്നു. സനാതന ധർമ്മത്തിൽ ആകൃഷ്ടനായി മുസ്ലിം യുവാവ് ഹിന്ദു മതം സ്വീകരിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കർമ്മ ചേച്ചി, ഈ മുസ്ലിം യുവാവ് എന്ന് പറയുന്നതിന്റെ പകരം ആ മുസ്ലിം യുവാവിന് ഒരു പേരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ മുസ്ലിം യുവാവിന് ഒരു നാടുണ്ടാവുമല്ലോ. അത് പറയണ്ടേ ചേച്ചി? ന്യൂസ് ആകുമ്പോ ഒരു ക്ലാരിറ്റി വേണ്ട ചേച്ചി? അതെന്താ പറയാത്ത ചേച്ചി? എന്നിട്ട് ശ്രീരാമന്റെ മണ്ണിൽ വെച്ചാണ് ഇദ്ദേഹം സനാതന ധർമ്മത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്ര ആരതി സമയത്ത് തന്നെ ജപങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും പാരായണവും അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയും ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇയാൾ കൃഷ്ണ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അവൻ എപ്പോ മുസ്ലിമായെന്ന് അവന് പോലും അറിയില്ല. പക്ഷെ കർമ്മ ചേച്ചി അത് കണ്ടുപിടിച്ചു. ചേച്ചിന്റെ ആവേശം കൊള്ളാം. പിന്നെ ചേച്ചി, അങ്ങനെ ഒരുത്തൻ ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാം മതം വിട്ടുപോകുന്നതിൽ മുസ്ലിങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ അതുപോലെ ഒരുത്തൻ ഇസ്ലാം മതത്തിൽ ആവശ്യമില്ല. ഇവിടെ മുസ്ലിങ്ങൾ ആരെയും പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നില്ല. ഇവിടെ അടിയുറച്ചുകൊണ്ട് ഇസ്ലാം വിശ്വസിച്ചുകൊണ്ട് അവസാനം വരെ ആര് നിൽക്കുന്നു എന്നാണ് ഇസ്ലാം നോക്കുന്നത്. ആര് പോകുന്നു എന്നല്ല അവിടെ നോക്കുന്നത്. പോകുന്നവർക്ക് പോകാം എന്നാണ് ഇസ്ലാം പറയുന്നത്. അടിയുറച്ചുകൊണ്ട് ഈ മതത്തിൽ നിൽക്കുന്നത്, അവസാനം വരെ ആര് നിൽക്കുന്നു അവനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അവരെ ചേച്ചി, പിന്നെ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ മതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കും. ഇതേപോലെ ആൾക്കാരെ ഒരുപാട് പേര് സ്വീകരിക്കും. അപ്പോഴും ചേച്ചിന്റെ മുഖത്ത് ഈ ആവേശം കാണിക്കണം, ഈ സന്തോഷമൊക്കെ കാണിക്കണം. അല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊഴിഞ്ഞു പോകുമ്പോൾ മാത്രം ഈ ആവേശം കാണിക്കുന്ന ആ മറ്റു പരിപാടി ഉണ്ടല്ലേ ചേച്ചി, അത് ശരിയല്ല. എന്നാ